അച്ഛമ്മയും ആന്റിയും പറയുന്നൊക്കെ കേൾക്കണം. സമയത്തിന് ആഹാരം കഴിക്കണം, ഉറങ്ങണം. പിന്നെ മോൾ എവിടെയും വീഴരുത്. ഒന്ന് പറയുന്നൊക്കെ മോക്ക് മനസ്സിലാവുന്നുണ്ടോ? അമ്മ എവിടെയാ പോകുന്നേ? അമ്മയുടെ ഉള്ളിലെ ഒരു ചെറിയ അസുഖമുണ്ട്. അത് മാറാനുള്ള ട്രീറ്റ്മെന്റിന് അമ്മ പോകുന്നത്. കുറച്ച് ദൂരെ ഒരാശ്രമത്തില്. ദൂരെന്ന് പറഞ്ഞാ ഒരുപാട് ദൂരെയാണോ? കുറേ ദൂരെ. അമ്മ എപ്പോഴാ തിരിച്ചു വരുന്നേ? കുറച്ചു ദിവസം കഴിഞ്ഞ്. ശരിക്കും പറഞ്ഞ 14 ദിവസം. അത് കഴിഞ്ഞ് അമ്മ വരും. അമ്മയുടെ കൂടെ ഞാനും വന്നോട്ടെ? അയ്യോ, മോക്ക് സ്കൂളിൽ പോണ്ടേ? ആനുവൽ എക്സാമിന് ഇനി അധികം നാളൊന്നുമില്ല. സാരയില്ല അമ്മേ, അതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് പഠിച്ചോളാം. അമ്മയുടെ കൂടെ കൊണ്ടുപോയാ മതി. മോള് വാശി പിടിക്കല്ലേ? മോളെ കൊണ്ടുപോകാൻ പറ്റാഞ്ഞിട്ടല്ലേ? ഇല്ലെങ്കിൽ മോളെ അമ്മ ഒറ്റയ്ക്കാക്കിയിട്ട് പോവും. അമ്മയുടെ പൊന്നു മോളല്ലേ? വേണ്ട, അമ്മ ഒന്നും പറയണ്ട. അമ്മയുടെ കൂടെ ഞാനും വരിക. എനിക്ക് അമ്മയില്ലാതെ പറ്റില്ല അമ്മേ. മോളെ, നീ ഇല്ലാതെ ഈ അമ്മയ്ക്കും പറ്റില്ലടാ. പക്ഷെ ഇപ്പൊ മോളമ്മ പറയുന്ന കേക്ക. അമ്മയുടെ മുത്തല്ലേ? നോക്ക്, ഇത്രയും ദിവസം മോക്ക് സ്കൂളിൽ നിന്ന് ലീവ് എടുക്കാൻ പറ്റില്ല. അത് മാത്രല്ല, അവിടെ ആളും ബഹളവും ഒക്കെ ആയിരിക്കും. അമ്മയ്ക്ക് മോളെ ശ്രദ്ധിക്കാൻ പോലും പറ്റില്ല. ഇവിടെ ആകുമ്പോ അച്ഛമ്മയും ശിശിരാന്റിയൊക്കെ ഉണ്ടല്ലോ. അവർ മോളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും. കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഒന്ന് സമ്മതിക്കും മോളെ. വിഷമിക്കല്ലേ? അമ്മ വിഷമിപ്പിക്കല്ലേ മോളെ. മോളിങ്ങനെ കരഞ്ഞ അമ്മയ്ക്ക് പോവാൻ പറ്റില്ല. ഇത് കഴിഞ്ഞ് വന്നാ പിന്നെ അമ്മ മോളെ വിട്ട് എങ്ങും പോവില്ല. സത്യം? സത്യം. എന്തു പറ്റി? ആതിരെ, എന്താണെന്ന് പറ. എന്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിപ്പോയി. സന്ദീപിന് എന്താ? സന്ദീപിന് എന്നെ മോളെ വേണ്ട. ഡിവോഴ്സ് പെറ്റീഷൻ സന്ദീപ് ഒപ്പിട്ട് തിരിച്ചയച്ചിരിക്കുക. മോളെ പോലും ഓർത്തില്ലല്ലോ. ദൈവമേ, ഞാൻ എന്റെ മോളിനെ എന്ത് ചെയ്യും? മോളെ, ഇങ്ങനെ വാശിക്ക് എറിഞ്ഞുടച്ച് കളയാനുള്ളതാണോ ജീവിതം? ജീവിതത്തിന് നീ അത്രമാത്രം വില കൽപ്പിച്ചിട്ടുള്ളോ? ഇപ്പോ അവൻ നമ്മളുമായി ശത്രുതയില്ല, നമ്മുടെ ശത്രുവിന്റെ കൂടെ. പക്ഷെ അവൻ നിന്റെ കുഞ്ഞിന്റെ അച്ഛന്, നിന്റെ ഭർത്താവാ. എന്നെ അവന് വേണ്ട. അതുകൊണ്ടാണല്ലോ ഇത്ര എളുപ്പം ഡിവോഴ്സിന് സമ്മതിച്ചത്. അവൻ ചെന്നെത്തിയിരിക്കുന്നത് ഒരു നല്ല താവളത്തിലല്ല. അതവൻ തിരിച്ചറിയും. അവസാനം അവന് നിന്റെ കുഞ്ഞിന്റെ അടുത്ത് വന്നേ പറ്റൂ. എന്തായാലും വല്ലാത്തൊരു എടുത്തുചാട്ടമായി യാതൊരു നീ കാണിച്ചത്. ഇതിപ്പോ കേറാൻ ഇരുന്ന് കൊരകിന് ഏണ് വെച്ച് കൊടുത്ത പോലെ ആയില്ലേ ഈ വക്കീൽ നോട്ടീസ്?
കിട്ടിയ അവസരം സന്ദീപ് മുതലാക്കുകയും ചെയ്തു. എന്നെ മോളെ നഷ്ടപ്പെടുമെന്ന് വരുമ്പോഴെങ്കിലും സന്ദീപ് തിരിച്ചു വരാന്നാ ഞാൻ കരുതിയത്. എന്റെ ആ പ്രതീക്ഷയും തകർന്നു. അവനിത് ഒപ്പിടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അമ്മ. എന്നിട്ടിപ്പോ എന്തായി? സ്വപ്നത്തിലല്ല, അവനിപ്പോ നേരിട്ട് ഒപ്പിട്ട് അയച്ചിരിക്കല്ലേ അല്ലേ? ആ കുഞ്ഞിന്റെ മുഖം പോലും അവൻ ഓർത്തില്ലല്ലോ. എന്റെ ദൈവമേ, എന്റെ രണ്ടു മക്കളുടെ ജീവിതം എങ്ങനെയായല്ലോ. ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം? സന്ദീപ് അങ്ങനെ ഇവരെ ഉപേക്ഷിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിന് പിന്നിൽ കളിച്ചിരിക്കുന്നത് അവരായിരിക്കും. എന്റെ ചേച്ചി സന്ദീപിനെ കൊണ്ടേ അവര് നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ചതായിരിക്കും എനിക്ക് തോന്നുന്നേ. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോ അവൻ ഒപ്പിട്ടയച്ച സ്ഥിതിക്ക് കോടതി അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. പറ്റിപ്പോയി സച്ചേട്ടാ, പറ്റിപ്പോയി. എന്നെ എന്റെ കുഞ്ഞിനെ രക്ഷിക്കണം. ബുദ്ധിയും ബോധമില്ലാതെ നീ ഒരു വിവരക്കേട് കാണിച്ചു. പക്ഷെ നിന്നോടും കുഞ്ഞിനോടും ഈ ഒരു ഒപ്പിന്റെ ബന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്കൊന്ന് അറിയണം.